പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും ഇറാനുമായി ചർച്ച നടത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതായത് ഈ വെടിനിർത്തൽ സാധ്യതകൾ അല്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ, ഗൾഫ് മേഖലകളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഒഴിവാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. സ്വാഭാവികമായും അതൊരു ആശാവഹമായ കാര്യമാണ്, പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ്. ഇതിൽ തന്നെ റഷ്യയുടെയും ഇന്ത്യയുടെയും ഒക്കെ തന്നെ വലിയ ഇടപെടലുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ട്രംപുമായി സംസാരിച്ചു എന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏതാണ്ട് 45 മിനിറ്റോളമാണ് ഇരു നേതാക്കളും സംസാരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ഈ ചർച്ചയുടെ ഭാഗമായി വന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇറാൻ്റെ പക്കലുള്ള യുറേനിയം അത് തങ്ങൾ ശേഖരിക്കാമെന്ന ഒരു വാഗ്ദാനം റഷ്യയും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിച്ചാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ ആശങ്ക ഇറാൻ ആണവരാജ്യമായി മാറുമോ എന്നതാണ്. മാത്രമല്ല, അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന ഭീതി ചെറുതല്ല. ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് അമേരിക്കയുടെ ചുമലിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഇറാൻ മാറിയാൽ അവരുടെ ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്ന തരത്തിലേക്ക്, അതായത് 11 ലക്ഷം കോടിയുടെ സമ്പത്ത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള അവർക്ക് ഇപ്പോൾ ഫ്രീസായിരിക്കുന്ന അവരുടെ സമ്പത്ത് അവരുടെ കൈകളിലേക്ക് എത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ, മാത്രമല്ല എണ്ണ വ്യാപാരത്തിൽ ഇപ്പോൾ ഹോർമൂസിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതടക്കം ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ എണ്ണ പല രാജ്യങ്ങളും ഇറക്കുമതി ചെയ്യുന്നതിന് ഉപരോധമുണ്ട്. ഈ ഉപരോധങ്ങളെല്ലാം നീക്കിക്കൊണ്ട് ഇറാന് വലിയ സഹായമാകുന്ന, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക വ്യവസ്ഥ വലിയ തോതിൽ വളരുന്ന ഊർജ്ജോൽപാദന രംഗത്തൊക്കെ വലിയ സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഈ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി എന്നൊരു നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ ഊർജ്ജ ആവശ്യങ്ങളൊക്കെ തന്നെ നിറവേറ്റുന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ സഹായമുണ്ടാകും.